വാർത്തയിലൊരു പുതിയ അപ്ഡേഷൻ വരുന്നത് SIയെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ്. അശ്വതി, ഇപ്പോൾ ഒടുവിൽ നടപടി എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം? ഇതിലെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ SI ജിമ്മിയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. പോലീസുകാരുടെ നടപടിയിൽ വീഴ്ച ഉണ്ടായതായിട്ടാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ഈ മർദ്ദനം നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതായത് ഇത് വാർത്തയായി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പ്രശ്നമാവുകയും അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി മറ്റ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാതെ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികളിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇത്തരത്തിൽ ഒരാളെ കൊണ്ടുവന്ന് മർദ്ദിച്ച് അവശനാക്കി മരണത്തിലേക്ക് അയാളെ നയിക്കുക എന്ന് പറയുന്നത് വളരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ SI ജിമ്മിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ നടപടികൾ, അതുപോലെ തന്നെ അന്വേഷണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. എന്തായാലും ഇയാളുടെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. മറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരേണ്ട സാഹചര്യമുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ഈ വിഷയത്തിൽ നൽകാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ SI ജിമ്മിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസുകാരുടെ നടപടിയിൽ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രാഥമിക നിഗമനം. ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.